അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി കൂടുതൽ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കാറുള്ളത്, എങ്കിലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ കപ്പ നമ്മൾ കൊത്തിയാണ് എടുക്കുന്നത്, അരിഞ്ഞല്ല, നല്ലതായിട്ട് കൊത്തി ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുത്ത് അത് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം. ഇതാ കണ്ടിട്ട് ഈ ഒരു വലിപ്പത്തിലാണ്, അധികം വലിയ കഷ്ണമല്ല എന്നാൽ ചെറിയ കഷ്ണമല്ലാത്ത രീതിയിലാണ് നമ്മൾ നുറുക്കി വയ്ക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കാം. കുക്കറിലാകുമ്പം ഒരു വിസിലടിച്ചാൽ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞ് കുഴഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ കപ്പയൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അത് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ്, കപ്പയുടെ ചൂടും കൂടെ അടിക്കുമ്പോഴത്തേന് നന്നായിട്ടതൊന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ജസ്റ്റ് 5 മിനിറ്റ്സ് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്ക് ആ തേങ്ങയൊക്കെ ഒന്ന് ആയിക്കോളും. എന്നിട്ട് അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൂടിയൊക്കെ തുറന്നു. ഇനി നമുക്ക് നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതായത് കപ്പയും ചക്കയൊക്കെ ഇളക്കാനായിട്ട് തുടുപ്പെന്ന് പറയുന്നൊരു സാധനം തന്നെ ഉണ്ട് കേട്ടോ. ഒന്നിൽ കപ്പയുടെ തണ്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഓലമടൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനം. ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തവി കൊണ്ട് തന്നെയാണ് ഇളക്കിയെടുത്തത്. അപ്പോൾ ഈ കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്.